പ്രിയ സഹൃദയമിത്രങ്ങൾക്ക് സാദര നമസ്കാരം. ഞാൻ മുരളി ബമ്മണൂർ. കാവ്യരശ്മിയിലേക്ക് സ്വാഗതം. മഹാകവി കുമാരനാശാൻ്റെ ചിന്താവിഷ്ടയായ സീത, ഭാഗം 2, ശ്ലോകം 25 മുതൽ 50 വരെ. സ്ഫുടതാരകൾ കൂരിരുട്ടിലുണ്ടിടയിൽ ദ്വീപുകളുണ്ടു സിന്ധുവിൽ, ഇടതീർപ്പതിനേകഹേതു വന്നിടയാമേതു മഹാവിപത്തിലും, പരമിന്നതു പാർക്കിലില്ല താൻ സ്ഥിരവൈരം നിയതിക്കു ജന്തുവിൽ, ഒരു കൈ പ്രഹരിക്കവേ പിടിച്ചൊരു കൈ കൊണ്ടു തലോടുമേയിവൾ, ഒഴിയാതയതല്ലി ജീവിപ്പോം വഴിയെല്ലാം വിഷമങ്ങളാവതും, അഴലും സുഖവും സ്ഫുരിപ്പതും നിഴലും ദീപവുമെന്ന പോലവേ. അതുമല്ല സുഖാസുഖങ്ങളായി സ്ഥിതി മാറിയിടുവതൊക്കെ ഏകമം, അതുതാൻ ഇളകാത്തതാം മഹാമതിമത്തുക്കൾ ഇവറ്റ രണ്ടിലും. വിനയാർന്ന സുഖം കൊതിക്കയെല്ലിനിമേൽ ഞാൻ അസുഖം വരിക്കുവാൻ, മനമല്ലൽ കൊതിച്ചു ചെല്ലുകിൽ തനിയെ കൈവിടുമീർഷ്യ ദുർവിധി. ഒരു വേള പഴക്കമേറിയാലിരുളും മെല്ലെ വെളിച്ചമായി വരാം, ശരിയായി മധുരിച്ചിടാം സ്വയം പരിശീലിപ്പൊരു കൈപ്പുതാനുമേ. പിരിയാത്ത ശുഭാശുഭങ്ങളാർന്നൊരു വിശ്രാന്തിയെഴാത ജീവിതം, തിരിയാം ഭുവനത്തിൽ നിത്യമെങ്ങിരുപക്ഷം പെടുമിന്ദുവെന്ന പോൽ, നിലയറ്റ സുഖാസുഖങ്ങളാമലയിൽ താണുമുയർന്നുമാർത്തനായി പല നാൾ കഴിയുമ്പോൾ മോഹമാം ജലധിക്കരെ ജീവിയേറിടാം. അഥവാ സുഖദുർഗമേറ്റുവൻ സ്ഥിരമായി നിന്നൊരു കൈശരീരിയെ, വ്യഥയം വഴിയൂടയമ്പിനാൽ വിരവോടുന്തി വിടുന്നു തന്നയം. മനമിങ്ങു ഗുണം വരുമ്പോഴും വിനയെന്നോർത്തു വൃഥാ ഭയപ്പെടും, കനിവാർന്നു പിടിച്ചിണക്കുവാൻ തുനിയുമ്പോൾ പിടയുന്ന പക്ഷി പോൽ. സ്ഫുടമാക്കിയതെന്നെ മന്നവൻ വെടിവാൻ നൽകിയൊരാജ്ഞ ലക്ഷ്മണൻ, ഉടനെ ഇരുളാണ്ടു ലോകമങ്ങിടിവാളേറ്റ കണക്കു വീണു ഞാൻ. മൃതി വേണ്ടുകിലും സ്വഹത്യയിൽ പതിയാതായി മതി ഗർഭചിന്തയാൽ, അതിവിഹ്വലയായി വീണ്ടുമീ ഹതിമുമ്പാർന്ന തഴമ്പിലേറ്റ ഞാൻ. ഗതിമുട്ടിയുഴന്നു കാഞ്ഞൊരൻ മതിയുന്മാദവുമർന്നതില്ല ഞാൻ, അതിനാൽ അഴലിൻ്റെ കെട്ടഴിഞ്ഞതിഭാരം കുറവാൻ കൊതിക്കിലും. ഒരു വേള ഇരട്ടിയാർത്തി താൻ തരുമാവ്യാധി വരാഞ്ഞതാം ഗുണം, കരണക്ഷതിയാർന്ന വാഴ്വിലും മരണം നല്ലു മനുഷ്യനോർക്കുകിൽ. നിനയാഗുണപുഷ്പവാടി ഞാൻ ഇനിയ കാട്ടുകുരങ്ങിനേകുവാൻ,
വനവായുവിൽ വിണ്ട വേണുപോൽ തനിയേ നിന്നു പുലമ്പുവാനുമേ. അഥവാ ക്ഷമ പോലെ നന്മ ചെയ്തരുളൻ നോറ്റൊരു നല്ല ബന്ധുവും വ്യഥ പോലറിവോതിടുന്ന നൽഗുരുവും മർത്യനു വേറെയില്ലതൻ. മൃതി തേടിയഖത്തിൽ മാനസം ചരിയാതായതു ഭാഗ്യമായിതേ. അതിനാൽ ശുഭമായി കുലത്തിനി പരിപാകം ഫലമായെനിക്കുമേ. അരുതോർപ്പതിനിന്നു കാർനിറഞ്ഞിരുളാമൻ ഹൃദയാങ്കണങ്ങളിൽ ഒരു ചിന്തകൾ പൊങ്ങിടുന്നു ചുഴ്ന്നൊരുമിച്ചീയൽ കണക്കെ മേൽക്കുമേൽ. സ്മൃതിധാരയുപേക്ഷയം തമോവൃതി നീങ്ങി ചില നാൾ സ്ഫുരിക്കയം. ഋതുവിൽ സ്വയമുല്ലസിച്ചുടൻ പുതുപുഷ്പം കലരുന്ന വല്ലിപോൽ. പുരികം പുഴുപോൽ പിടഞ്ഞകം ഞെരിയും തൻ തല താങ്ങി കൈകളാൽ ചിരിവാനരുതാഞ്ഞു കണ്ണുനീർ ചൊരിയും ലക്ഷ്മണനെ സ്മരിപ്പു ഞാൻ. അതിധീരനമേയ ശക്തിയം മതിമാൻ അഗ്രജഭക്തനാവിധം കഥനം കലരുന്ന കണ്ടൊരൻ ഹൃദയം വിട്ടഴൽ പാതി പോയിതേ. വനപത്തനഭേദചിന്ത വിട്ടനഘൻ ഞങ്ങളോടൊത്തുവാണു നീ. വിനയാർദ്രമെനിക്കു കേവലം നിനയായി വൻപണി തമ്പി നിൻമുഖം. ഗിരികാനന ഭംഗി ഞങ്ങൾ കണ്ടരിയോരുത്സവമായി കഴിച്ചു നാൾ. അരിഭീഷണ നീ വഹിച്ചൊര പരിചര്യാവ്രത നിഷ്ഠയൊന്നിനാൽ കടുവാക്കുകൾ കേട്ടു കാനനം നടുവേ എന്നെ വെടിഞ്ഞു മുമ്പു നീ. വെടിവാൻ തരമായി മറിച്ചുമേ കുടിലം കർമ്മവിപാകമോർക്കുകിൽ. കനിവാർന്നനുജാ പൊറുക്ക ഞാൻ നിനയാതോതിയ കൊള്ളിവാക്കുകൾ. അനിയന്ത്രിതമായി ചിലപ്പൊഴി മനമോടാത്ത കുമാർഗമില്ലടോ. ചിന്താവിഷ്ടയായ സീത എന്ന ഖണ്ഡകാവ്യത്തിൻ്റെ രണ്ടാം ഭാഗം 26 മുതൽ 50 വരെയുള്ള ശ്ലോകങ്ങളും അതിൻ്റെ സംഗ്രഹവും. പ്രകൃതിയുടെ വികൃതികളിലൂടെ സീതാദുഃഖത്തിൽ അനുഭവപ്പെട്ട സുഖദുഃഖങ്ങളെക്കുറിച്ച് ആലോചിച്ച് പ്രകൃതിയുടെ വിലാസ വൈവിധ്യങ്ങളെ എടുത്തു പറഞ്ഞ് വിശദീകരിക്കുകയാണ് ഈ ശ്ലോകങ്ങളിലൂടെ കവി ചെയ്യുന്നത്. ഇരുൾ നിറഞ്ഞ രാത്രിയിൽ ആകാശത്ത് തെളിഞ്ഞു കാണുന്ന താരാസഞ്ചയത്തെപ്പോലെ കടലാഴങ്ങളിൽ ഉയർന്നു താഴ്ന്നു നിലകൊള്ളുന്ന ഭൂവിൻ്റെ വ്യത്യസ്ത ഭാവങ്ങളെപ്പോലെ സസുഖം നയിക്കുന്ന വാഴ്വിനിടയ്ക്ക് അറിയാതെ എത്തുന്ന അതിഥിയെപ്പോലെ അല്ലെങ്കിൽ അത്യപകട സമയത്ത് രക്ഷയായി വരുന്ന അദൃശ്യ ശക്തിയെപ്പോലെ വിധി സുഖദുഃഖങ്ങളുടെ തുടരെയുള്ള ആവർത്തനമാണെന്ന് പറയുന്നു. ഒരു കൈ കൊണ്ട് പ്രഹരിക്കുകയും മറുകൈ കൊണ്ട് തലോടുകയും ചെയ്യുമെന്ന് സൂക്ഷ്മമായി സൂചിപ്പിക്കുന്നു. സുഖദുഃഖ സമ്മിശ്രമായ ജീവിതം നിഴലും വെളിച്ചവും പോലെയാണെന്ന് സമർത്ഥിക്കുന്നു. മാത്രമല്ല മഹത്തുക്കൾ സുഖദുഃഖങ്ങളെ തുല്യഭാവേന കാണുന്നു എന്നും വിവക്ഷിക്കുന്നു. ശ്ലോകം 30 സീത തൻ്റെ ജീവിതത്തിൽ താൻ തിരിച്ചറിഞ്ഞ സത്യത്തെ പറയുന്നതായി കവി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. സുഖത്തെ കാക്ഷിച്ചുകൊണ്ട് അസുഖത്തെ വരിക്കുവാൻ ഞാൻ ഇനി തയ്യാറല്ല എന്ന് സീത പ്രഖ്യാപിക്കുന്നു. ഇവിടെ മനസ്സ് അസുഖത്തെ അന്വേഷിച്ച് ചെല്ലുകയാണെങ്കിൽ വിധിയോടുള്ള ഈർഷ്യ
തനിയെ ഇല്ലാതാകുമല്ലോ എന്നും കവി വെളിപ്പെടുത്തുന്നു. ഏറെ നേരം ഇരുട്ടിൽ തന്നെ കഴിഞ്ഞുകൂടുകയാണെങ്കിൽ തുടർന്ന് അവിടെയുള്ള വസ്തുക്കളും കണ്ണിന് ഗോചരമായി ഭവിക്കുമെന്ന് സൂചിപ്പിക്കുന്നു. കയ്പു മാത്രം കഴിച്ചു ശീലിച്ചാൽ ആ കയ്പും മധുരമായി മാറും എന്നും പ്രസ്താവിക്കുന്നു. പുനർജന്മ സിദ്ധാന്തമനുസരിച്ച് ആത്മാവ് അനവധി ശരീരങ്ങളിലേക്ക് മാറി മാറി സംക്രമിക്കുന്നത് പോലെ കൃഷ്ണ ശുക്ലപക്ഷങ്ങളിലെ വൃദ്ധിക്ഷയങ്ങൾ പോലെ ആ മാറി മാറി വരുന്ന ജീവിതങ്ങളിലും സുഖദുഃഖങ്ങളുടെ ഉയർച്ച താഴ്ചകൾ അനുഭവിച്ചു തീർക്കേണ്ടതുകൂടിയാണ് എന്ന് കവി പ്രസ്താവിക്കുകയാണ് ഈ ശ്ലോകങ്ങളിൽ. സീമാതീതമായ സുഖദുഃഖങ്ങൾ മുറ്റി നിൽക്കുന്നതും സൃഷ്ടിരഹസ്യത്തെ മറച്ചു നിൽക്കുന്നതുമായ അജ്ഞാനം ഈശ്വരചിന്തയിലൂടെ ധ്യാനത്തിലൂടെ മോക്ഷപദം പ്രാപിക്കുന്ന അവസ്ഥയിലേക്ക് ആത്മധ്യാനത്തിലൂടെ സാധനയിലൂടെ എത്തിച്ചേരാമെന്നും കവി നിരീക്ഷിക്കുന്നു. സഹായഹസ്തത്തെപ്പോലും വിനയെന്നോർത്ത് ഭയപ്പെടുന്ന പക്ഷിയെപ്പോലെ മനസ്സ് ചഞ്ചലമാകാതെ നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കൂടി ഈ ശ്ലോകങ്ങളിൽ സൂചിപ്പിക്കുന്നു. 36-ാമത്തെ ശ്ലോകത്തിലാവട്ടെ ദുർവിധിയുടെ ആരംഭമായി സീതാമനത്തിലൂടെ പ്രകാശിപ്പിക്കുകയാണ് കവി. ലക്ഷ്മണൻ ശ്രീരാമചന്ദ്രൻ ഏൽപ്പിച്ച ദൗത്യം തന്നോട് തുറന്നു പറഞ്ഞ നിമിഷത്തെ സീത ഓർത്തെടുക്കുകയാണവിടെ. ആ വാർത്ത കേട്ട സീത ഇടിവാള് തട്ടിയ പോലെ ബോധഹീനയായി എന്നും പ്രസ്താവിക്കുന്നു. തൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഓർത്ത് ആത്മഹത്യയെയും ഭയപ്പെടുന്നു. ശുദ്ധശരീരിയായി കഴിഞ്ഞ തന്നെ അഗ്നിപ്രവേശം ചെയ്യിച്ചതിലൂടെ തന്നോടുള്ള അവിശ്വാസം മുന്നേ രാമൻ പ്രകടമാക്കിയിരുന്നു എന്ന സൂചന കവി 37-ാം ശ്ലോകത്തിൽ പ്രസ്താവിക്കുമ്പോഴും വിരഹത്തിൻ്റെ വേദന സമ്മാനിച്ച മുറിവ് എന്നും വ്യാഖ്യാനിക്കപ്പെടുന്നു. ഒരു വേള തനിക്ക് ഭ്രാന്ത് വന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ തന്നെ മരണം ഗ്രസിച്ചെങ്കിൽ എന്നും സീത ചിന്തിക്കുന്നു. തുടർന്ന് തീവ്രമായ നൈമിഷിക ജീവിത സുഖങ്ങളിൽ അഭിരമിക്കാനുള്ള ഇച്ഛയിൽ നിന്നുയരുന്ന ഉന്മാദത്തിന് വഴിപ്പെട്ട് ഇന്ദ്രിയ വൈകല്യത്തിന് അടിപ്പെട്ട് ജീവിക്കുന്നതിനേക്കാൾ അഭിമാനിയായ ഒരാൾക്ക് മരണമാണ് ഭേദം എന്ന് സീതാമനത്തിലൂടെ കവി നിരീക്ഷിക്കുന്നു. ക്ഷമ പോലെ അറിവ് പകരുന്ന ഒരു ബന്ധുവും വ്യഥ പോലെ അറിവ് പകരുന്ന ഒരു ഗുരുനാഥനും വേറെയില്ല എന്ന് കൽപ്പിക്കുന്നു ഇവിടെ. ലക്ഷ്മണൻ്റെ വാക്കുകൾ കേട്ട് താൻ ആത്മഹത്യയ്ക്ക് തുനിയാഞ്ഞത് രഘുവംശത്തിന് ഗുണമായി ഭവിക്കുകയും താനാവട്ടെ ആ ആത്മഹത്യാ പാപത്തിൽ നിന്ന് മുക്തയാവുകയും ചെയ്തു എന്ന് സീത ആശ്വസിക്കുന്നു. ഇരുൾ മൂടിക്കിടന്ന തൻ്റെ മനസ്സിലേക്ക് പൂർവ്വസ്മൃതികൾ ഒന്നൊന്നായി ഉയർന്നു വന്നു. പൊടിഞ്ഞു വരുന്ന ഈയാമ്പാറ്റകളെപ്പോൾ മേൽക്കുമേലെ ഒന്നൊന്നായി ഉയർന്നു വന്നു. തൻ്റെ പതി ശ്രീരാമചന്ദ്രൻ കൽപ്പിച്ചിരിക്കുന്നത് തന്നെ കാട്ടിലുപേക്ഷിച്ച് തിരിച്ചു പോകണം എന്നുള്ളതാണെന്ന് തന്നെ ലക്ഷ്മണൻ അറിയിച്ചു. മാതൃതുല്യയായ തന്നെ പിരിയാൻ വിഷമിക്കുന്ന ലക്ഷ്മണനെ ഓർത്തുകൊണ്ട് സീത കണ്ണുനീർ വാർത്തു. ഈ വേളയിലും എന്ന് പറയുമ്പോൾ സീത അനുജനോട് പുലർത്തിയിരുന്ന വാത്സല്യത്തിൻ്റെ തോത് എത്രയായിരുന്നു എന്നതാണ് ഇവിടെ വെളിവാക്കപ്പെടുന്നത്. അതിധീരനും പരാക്രമശാലിയുമായ ലക്ഷ്മണൻ ജ്യേഷ്ഠത്തിയെ കാട്ടിൽ രാജാജ്ഞ പാലിച്ച് ഉപേക്ഷിച്ചു പോകാൻ വിഷമിച്ച് കണ്ണീർ പൊഴിക്കുന്നത് കണ്ട് സീതാദുഃഖം പോലും പാതിയായി എന്ന് കവി പ്രസ്താവിക്കുന്നു. നിർമ്മല ഹൃദയനായ ലക്ഷ്മണൻ വീടെന്നോ കാടെന്നോ ഉള്ള ചിന്തയില്ലാതെ ഓരോ നിമിഷവും കാനനവാസകാലം മുഴുവൻ തന്നെയും ഭർത്താവിനെയും പരിചരിച്ചതിലുള്ള വ്രതശുദ്ധിയെ സീത ഇവിടെ ഓർമ്മിക്കുന്നു. മലമടക്കുകളുടെയും ഹരിതകാനന ഭംഗിയെയും അതിൻ്റെ സമൃദ്ധിയെയും ആസ്വദിച്ച് ഉത്സവം പോലെ ഞങ്ങൾ ഇരുവരും സുഖമായി കഴിഞ്ഞപ്പോൾ അനുജ, നീ നിൻ്റെ പത്നിയെക്കുറിച്ച് ചിന്തിക്കാതെ ഞങ്ങളെ പരിചരിക്കുന്നതിൽ മാത്രം ദത്തശ്രദ്ധനായിരുന്നുവല്ലോ നീ. ആ വ്രതനിഷ്ഠയെ എനിക്കെങ്ങനെ മറക്കാനാവും എന്ന് സൂചിപ്പിക്കുന്നു. മുൻപ് കനകമൃഗത്തെ തേടിപ്പോയ രാമൻ്റെ നിലവിളി കേട്ട
ഞാൻ നിന്നോട് ആജ്ഞാപിച്ചു. ആ ദ്വേഷം കലർന്ന വാക്കുകൾ ഇപ്പോഴും എൻ്റെ മനസ്സിനെ പൊള്ളിക്കുകയാണ്. കർമ്മഫലം വിധി എന്നല്ലാതെ അതേക്കുറിച്ച് എന്താണ് ചിന്തിക്കാനാവുക? അനുജ, ദയവായി എന്നോട് പൊറുക്കുക. മാതൃസ്ഥാനീയയായ എന്നിൽ നിന്നും ഒരിക്കലും അത്തരത്തിൽ നിന്ദ്യമായ വാക്കുകൾ ഉയരാൻ പാടില്ലായിരുന്നു. ചില നേരങ്ങളിൽ മനസ്സ് ദുർമാർഗങ്ങളിലൂടെ യാത്ര ചെയ്യുന്നു എന്നതിന് ഉദാഹരണമായി ആ വാക്കുകൾ എന്നെ ഇപ്പോഴും പൊള്ളിക്കുന്നു എന്നാണ് സീതാമനത്തിലൂടെ കവി ഇവിടെ വിവക്ഷിക്കുന്നത്. നമസ്തേ. ബാക്കി അടുത്ത ഖണ്ഡത്തിൽ.